ചെയ്യുന്നതെന്ന് ഓടാൻ തയ്യാറെടുത്ത് വരുമ്പോഴൊക്കെ നമ്മളത് പറഞ്ഞു. നമ്മളൊക്കെ 5 മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങും. പക്ഷെ ഇവരുടെ ആവേശം നോക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ റൺ തുടങ്ങിയപ്പോൾ മുതൽ ആ ഒരു ആവേശം തന്നെയാണ് ഇവരിൽ ഓരോരുത്തരിലും നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, നമ്മൾ അല്പം മുൻപ് ഒരു ദൃശ്യം കണ്ടിരുന്നു. ഒരു 5-6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായിട്ട് അച്ഛൻ ഓടുന്നത്. ആ കുട്ടീനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാഗിൽ വെച്ചിട്ടാണ് ആ അച്ഛൻ ഓടുന്നത്. അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. ഇങ്ങനെ ഒരു മാരത്തോൺ ഉണ്ട്. കുട്ടീനെ ചിലപ്പോൾ വീട്ടിലാക്കിയിട്ട് വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് ഓടുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം പ്രാധാന്യമാണ് മനുഷ്യർ നൽകുന്നത്, മലയാളികൾ നൽകുന്നത് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു മാരത്തോണിൽ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3, 2, 1 ഇങ്ങനെയാണ് ഓരോ മത്സരങ്ങൾ. അതിൽ ഓരോരുത്തരും അവരുടെ സെക്ഷൻ പൂർത്തിയാക്കി തിരിച്ച് പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിന് സമീപത്തായിട്ടാണ്. ഇവിടെ ഇപ്പോൾ ആളുകൾ ഓടി തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കുടിച്ചുകൊണ്ടാണ് ആളുകൾ പോകുന്നത്. അവർക്കൊപ്പം എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ആ കൊടി ഉള്ള ബാഗുമായി ഓടി വരുന്ന എക്സ്പേർട്സാണ്. അവർ ഇതുപോലെ മാരത്തോണുകൾ പങ്കെടുക്കുന്ന, ക്ലൈംബിംഗ് ചെയ്തിട്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ കൂടിയാണ്. അവരാണ് ഈ മാരത്തോണിന് പങ്കെടുക്കുന്നവർക്കൊപ്പം ഓടാൻ എത്തുന്നതും അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതും. അങ്ങനെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ, ഇവിടെ ഒരു പ്രായം ഒരു പ്രശ്നമേ അല്ല കേട്ടോ. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ തന്നെ ഇവിടേക്ക് വന്ന് ഈ ഒരു മാരത്തോണിൽ പങ്കെടുക്കുക. അത് നേരത്തെ ആജ്ഞയോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കൊരു കൂട്ടായ്മ കൂടിയുണ്ട്. ഇങ്ങനെ മാരത്തോൺ ഓടുന്ന കൂട്ടായ്മ കൂടിയുണ്ട്. ആ ഒരു കൂട്ടായ്മ, അവരെല്ലാവരും ഒന്നിച്ചേരുന്നു, ഒന്നിച്ചോടുന്നു, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു. ഒരു മാനസികമായിട്ടുള്ളൊരു ഉത്സാഹം അവരതിൽ കണ്ടെത്തുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇവർ പുറത്തു പോയിട്ട് ഈ മാരത്തോണിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കൊരു ഹരമാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഭയങ്കര ആവേശമാണ് അവർക്ക് ഇങ്ങനെ മാരത്തോണിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. കൊച്ചിയിൽ മാത്രമല്ല, ഈ ചെന്നൈയിൽ, പോണ്ടിച്ചേരിയിൽ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ പോയിട്ട് മാരത്തോണിൽ പങ്കെടുക്കുന്ന മലയാളികൾ നിരവധിയാണ്. മലയാളികളെന്ന് തന്നെയല്ല, ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പോയി മാരത്തോണിൽ പങ്കെടുക്കുന്നത്. അത്തരം കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. നമുക്കിപ്പോൾ അവരുടെ പ്രതികരണം എടുക്കാൻ സാധ്യമല്ല, കാരണം അവരൊക്കെ അത്രയും ഓടി തളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ചിലർ ഓടി തളർന്ന് പയ്യെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ചേച്ചിമാരൊക്കെ കൂട്ടമായിട്ട് 4-5 ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് അവരിങ്ങനെ പയ്യെ നടന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മാരത്തോണിൽ പങ്കെടുക്കുന്നവരുമുണ്ട്. ഏതായാലും ഇതിൽ 1ാം സ്ഥാനം നേടുക, 2ാം സ്ഥാനം നേടുക എന്നുള്ളതൊന്നുമല്ല, ഇതിലെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ്. രാവിലെ ഇങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ സമയം അവർ മാറ്റിവെക്കുന്നുണ്ട് ഈ മാരത്തോണിലൂടെ. അല്ലെങ്കിൽ നിരന്തരം ഇവർ ദിവസവും ഇത്തരത്തിൽ വ്യായാമം ചെയ്യുന്നവരാണെന്ന് നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അവരോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതിലൂടെ അവർ രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ അത് അവർക്ക് നൽകുന്ന സന്തോഷം, അവർക്ക് നൽകുന്ന ഉത്സാഹം, അതും അങ്ങനെ ആളുകൾ വരുന്നുണ്ട്. ചേച്ചിമാരൊക്കെ ആ രീതിയിലേക്ക് വരുന്നവരാണ്. ദിവസവും ഈ കലൂർ സ്റ്റേഡിയത്തിലും മറ്റിടങ്ങളിലും ഒക്കെ പോയിട്ട് നടക്കുന്നവരുണ്ട്, ഓടുന്നവരുണ്ട്. ഇങ്ങനെ മാരത്തോൺ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരിവിടെ വന്നു, ഇതിലും പങ്കെടുത്തു പോകുന്നു. എന്തായാലും ഇതിൽ ജയം തോൽവിയൊന്നുമില്ല, എല്ലാവർക്കും മെഡൽ സ്വന്തമാക്കാം. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തന്നെയാണല്ലോ. നമ്മളിങ്ങനെ മാരത്തോണിൽ പങ്കെടുത്തു, നമുക്ക് മെഡൽ കിട്ടി എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ആളുകളുമുണ്ട് ഇവിടെ. അങ്ങനെ പ്രായഭേദമന്യേ ആളുകൾ രാവിലെ 5 മണിക്ക് തന്നെ ഈ മാരത്തോണിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. 9 മണിയോടുകൂടി ഇത് എല്ലാ സെക്ഷനും സമാപിച്ച് 10 കിലോമീറ്റർ അടക്കം സമാപിച്ച് നമ്മുടെ സമാപന സമ്മേളനം ഉൾപ്പെടെ ഉണ്ടാകും. അതിലായിരിക്കും സമ്മാന വിതരണമൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കിലോമീറ്ററും താണ്ടി അവരുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെ തയ്യാറാണ്, അവർക്ക് ആഹാരം തയ്യാറാണ്. അങ്ങനെ എല്ലാവിധ സൗകര്യത്തോടു കൂടി തന്നെയാണ് ന്യൂസ് 18 ഈ നമ്മുടെ റൺ എന്ന ഈ ഒരു ക്യാമ്പയിൻ, ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിൽ
അവരുടെ ജനപങ്കാളിത്തം അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ഏകദേശം 3000-ലധികം പേരാണ് ഈ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് തന്നെ വലിയ അവരെയൊക്കെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഓടാൻ വരിക, അല്ലെങ്കിൽ ഇതൊരു അവരുടെ ഒരു ആവേശം ഇരട്ടിയാക്കുന്ന തരത്തിലേക്ക് പോലും ഈ ഒരു മാരത്തോണിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് സന്തോഷം നൽകുന്നതാണ്. ആളുകളൊക്കെ വലിയ ഓട്ടത്തിലാണ്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ആളാണ്. എന്നാലും അവർ ഓടുന്നതാണ്. എനിക്ക് അതിൻ്റെ കൂടെ ഓടിപ്പിടിക്കാനുള്ള ആവേശം എനിക്ക് ഇപ്പോഴെന്തായാലും ഇല്ല. എന്തായാലും നമുക്ക് നടന്ന് ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വെള്ളം ഉണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള, വളരെ ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഈ കൊച്ചിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാരത്തോൺ ടോം. നമുക്കിത് കാണുമ്പോൾ ഒന്ന് രാവിലെ എഴുന്നേറ്റൊന്ന് ഓടിയാലോ, അല്ലെങ്കിൽ ആരോഗ്യം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഓടുമ്പോൾ കിട്ടുന്ന എനർജി, നമ്മുടെ മാനസികമായിട്ടുള്ളൊരു ഉത്സാഹം, അതൊക്കെ അതിനെയൊക്കെ കൂടുതൽ നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക എന്നതുകൂടി, നമ്മുടെ ആരോഗ്യം, മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം കൂടി വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു സാഹചര്യം കൂടിയാണ് ഈ മാരത്തോൺ, അല്ലെങ്കിൽ ഈ ഒരു വ്യായാമം. നമുക്കിവരെ കാണുമ്പോൾ അങ്ങനെ നാളെ മുതൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഓടിയാലോ, അല്ലെങ്കിൽ മാരത്തോണിൽ പങ്കെടുത്താലോ, അല്ലെങ്കിൽ ഒന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താലോ എന്നും കൂടി തോന്നുന്നുണ്ട്. അത് ഇവർ നൽകുന്ന ഇൻസ്പിറേഷൻ അത് മറ്റൊരു തരത്തിൽ കൂടിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ തന്നെയാണ്. നമ്മുടെ കളക്ടർ പറഞ്ഞതുപോലെ ഇത് കൊച്ചിയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല, ഇന്ത്യ മുഴുവനും ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമാകുകയാണ് ന്യൂസ് 18 ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്മുടെ റൺ എന്ന ഈ ഒരു ക്യാമ്പയിൻ, ലഹരിക്കെതിരായിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു മാരത്തോൺ, അതിൻ്റെ സൗത്ത് എഡിഷനാണ് ഇപ്പോൾ കൊച്ചിയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നമ്മൾ കാണുന്നത് അതിൽ വലിയ പങ്കാളിത്തം തന്നെയാണ്, ആളുകളുടെ വലിയ പങ്കാളിത്തം തന്നെയാണ് ഉള്ളത്. അതിൽ പ്രായഭേദമന്യേ, അത് കൊച്ചു കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, അവർ ഏത് പ്രായക്കാരായാലും ഇതിൽ പങ്കെടുക്കുക, ഇതിൽ അവരുടെ ഫിനിഷ് ചെയ്യുക, അവരെത്ര കിലോമീറ്ററാണോ ഉദ്ദേശിക്കുന്നത് അത് ഫിനിഷ് ചെയ്യുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവസവും ഇങ്ങനെ ഈ ഓടുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നവരാണ് കൂടുതൽ പേര്. പക്ഷെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുമുണ്ട്. ഇനി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അങ്ങനെ മാരത്തോണുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വലിയ പോലീസിൻ്റെ വലിയ സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസിൻ്റെതായിട്ടുള്ള ഒരു സുരക്ഷ. ഈ ഗതാഗതം തടസ്സപ്പെടുത്താത്ത രീതിയിൽ, ആളുകൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ന്യൂസ് 18 നമ്മുടെ റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമുണ്ട്. ആളുകൾക്ക് തടസ്സമില്ലാതെ തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗതാഗത ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലെ 5 മണിക്ക് 5:30 തന്നെ 6 മണിക്ക് തന്നെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ ശേഷം ഓരോരുത്തരായി അവരുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ്. ഈ 10 കിലോമീറ്റർ ഉള്ളവരാണ് ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരും അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്ന ഒരു സമയമായിട്ടുണ്ട്. 9 മണിയോടുകൂടി ഇതെല്ലാം ഫിനിഷ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.